ഹലോ ഗായ്സ്, വെൽക്കം ടു അനൂസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഡ്രീം പ്ലേസിലോട്ടുള്ള ഒരു യാത്രയാണ് വ്ലോഗായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കുറേ വർഷമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പൊന്മുടിക്ക് പോകണമെന്ന്. അതിന്നാണ് സഫലമായത്. അപ്പോൾ പോകുമ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നു വീഡിയോ എടുക്കണമെന്ന്. അതുപോലെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പൊന്മുടിയിലേക്ക് പോകുന്ന റോഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. നമുക്കിപ്പോൾ സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം ക്ലൈമറ്റ് നമുക്ക് കുറച്ച് മഴ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ ആയിരിക്കും അവിടെ എത്തുമ്പോൾ എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്നാലും ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ 2 വീലറിലാണ് പോയത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. നമുക്ക് നോക്കാം അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, വിചാരിച്ച പോലെ ആയിരിക്കുമോ എന്നൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വഴിയൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോഴത്തന്നെ ഞങ്ങളൊരു ബസ് കണ്ടത് പൊന്മുടിക്കുള്ള. പിന്നെ ബസ്സിൻ്റെ പുറകെ ഉണ്ടായിരുന്നു യാത്ര. അങ്ങനെ പിന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായി, കാരണം നമ്മൾ ഹൈ റേഞ്ച് എത്തുന്നതോറും നമുക്ക് ഈ നെറ്റൊന്നും കിട്ടത്തില്ലല്ലോ, ലൊക്കേഷനൊന്നും അറിയാൻ പറ്റില്ലല്ലോ. പിന്നെ നമുക്ക് ബസ്സൊക്കെയാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ റോഡൊക്കെ നല്ല വളവുള്ള റോഡുകളൊക്കെ ആയിരുന്നു. നമ്മൾ നോക്കുകയും കണ്ടും ഓടിക്കണം, ഭയങ്കര സ്ലോയിലൊക്കെ പോകണം. ഞാൻ ഭയങ്കര ഹാപ്പിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് പോവുകയായിരുന്നു. ഇങ്ങനെ പൊന്മുടിക്ക് പോവാണെന്ന് ആഗ്രഹിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. വഴിയിലൊക്കെ കുറച്ച് ചായക്കടകളൊക്കെ ഉണ്ട്. നമ്മൾ ഭയങ്കര തണുപ്പിൽ കുറച്ച് ചായയൊക്കെ കുടിക്കുമ്പോൾ ഓരോ ആശ്വാസമാണ്. ഒത്തിരി ഞാൻ പോയ സമയത്ത് ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം തന്നെ. ആൻഡ് ഇങ്ങനെയും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കാൻ ഇടയ്ക്ക് വന്ന് കുറച്ച് മഴ പെയ്തപ്പോൾ പിന്നെ റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു പിന്നെ യാത്ര. നല്ല തണുപ്പായിരുന്നു കേട്ടോ. നമ്മൾ ഹൈ റേഞ്ചിൽ കയറുന്നോറും ഒടുക്കത്തെ തണുപ്പായിരുന്നു. നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടില്ല റോഡൊക്കെ ഇങ്ങനെ നമ്മൾ വളഞ്ഞു വരണം. അതൊക്കെ വന്ന് തീർന്നു. ആൻഡ് നമ്മൾ കുറച്ചുകൂടെ ടോപ്പിലോട്ട് എത്തിയപ്പോൾ ഗൈസ്, ഇതാണ് വ്യൂ. തൊട്ടപ്പുറത്തുനിന്ന് വരുന്ന വണ്ടികൾ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് വരുന്ന വണ്ടിയും പോകുന്ന വണ്ടിയും ഒക്കെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് വന്നത്. അതായിരുന്നു നമുക്ക് ആകെപ്പാടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളത്, ഒരു വണ്ടി വരുന്നു എന്ന്. ആൻഡ് എൻ്റെ പൊന്നി, ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഫോഗ് കാണുമെന്ന്. ഞാൻ ഒരുപാട് എനിക്കിഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈം ഞാൻ അവിടെ പോയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഡ്രീം പ്ലേസ് ആയിട്ട് തന്നെ വീണ്ടും നിലനിന്നുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. കാരണം ചിലരൊക്കെ നമ്മൾ ക്ലൈമറ്റ് ഈ ഫോഗ് പ്രതീക്ഷിച്ച് പോയിട്ട് ഭയങ്കര വെയിലായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ഒന്നും പ്രതീക്ഷിച്ചില്ല. എനിക്ക് പൊന്മുടി കാണണമെന്ന ആഗ്രഹത്തോടെ ഞാൻ പോയത്. ഒടുക്കത്തെ ഫോഗ്, ഒടുക്കത്തെ തണുപ്പ്. ഞാൻ വിചാരിച്ചേക്കാളും അപ്പുറം എൻ്റെ എക്സ്പെക്റ്റേഷനേക്കാളും അങ്ങനെയായിരുന്നു. എന്നെ വളരെ ഇഷ്ടപ്പെട്ട് നല്ലോണം എൻജോയ് ചെയ്ത് അത്ര ടൈം ഞാൻ അവിടെ നിൽക്കേണ്ടായിരുന്നു. ഞങ്ങളൊരു വൈകിട്ട് ടൈമിലാണ് പോയത്. അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 3:30 കഴിഞ്ഞിരുന്നു. 4 o'clock നമുക്ക് പിന്നെ എൻട്രി കിട്ടില്ല. അതുകൊണ്ട് 3:30 കഴിഞ്ഞ് എന്തായാലും അവിടെ എത്തി. അപ്പോൾ 1.5 hour എങ്ങനെയും നമ്മളെല്ലാം നടന്ന് എൻജോയ് ചെയ്ത് 5:30 എപ്പോഴാണ് തിരിച്ചവിടെ നിന്ന് വരാൻ മനസ്സുണ്ടായിട്ടില്ലായിരുന്നു. കാരണം നമുക്ക് കുറച്ച് അപ്പുറത്ത് നിന്ന് നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇവിടെ നമ്മൾ ഫുൾ ഫോഗായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു. ഇനി എന്നാണാവോ തിരിച്ച് പൊന്മുടിക്ക് വരണമെന്നൊന്നും അറിയില്ല. ഈ റെയിനി സീസൺ വരുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ എനിക്ക് വരണമെന്നുണ്ട്. ഫാമിലിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടെ പോകണമെന്ന്. അതും കൂടെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീണ്ടും ഞാൻ വരുമെന്ന് മനസ്സിൽ എന്തായാലും ഉറപ്പിച്ചു. വീണ്ടും ഉടനെ തന്നെ പോകണം. അപ്പോൾ എനിക്ക് എന്തായാലും പൊന്മുടി ഇഷ്ടപ്പെട്ടപ്പോൾ റീസെൻ്റ് നിങ്ങൾ പൊന്മുടിയിൽ പോയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. And thank you for watching my Ponmudi vlog.